വ്യവസായത്തിന്റെ കാര്യത്തിൽ കേരളം ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലായി എന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. കേരളത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും ലോകം അറിയുമെന്നും എന്നാൽ മറ്റിടങ്ങളിലെ കാര്യങ്ങൾ ആരും അറിയാറില്ല എന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡ്സ് തിരുവനന്തപുരത്ത് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായ ലോകത്ത് കേരളത്തിന്റെ യശസ് ഉയർത്തിയ 13 പേരെയാണ് ന്യൂസ് 18 കേരളം ആദരിച്ചത്. ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡ്സ് 2025 പൂർത്തിയാകുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഫോട്ടോയിൽ അത് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇതിവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഏവർക്കും ഊർജം പകരുമെന്ന് ഞങ്ങൾ താങ്ക് യു സോ മച്ച്. എല്ലാം മാറിയെന്ന് പറയുമ്പോഴും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുവെന്ന് വ്യവസായികളുടെ പരാതി. എന്റെ അനുഭവത്തിൽ മാറിയിട്ടൊന്നുമില്ല. ഇപ്പോഴും അത് ആ പകർച്ചവ്യാധി നമ്മുടെ നിൽക്കുന്നു. ഇതൊക്കെ ആൾക്കാർ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെ വന്നാൽ ആദ്യം ഒരാൾ സംരംഭം അല്ലെങ്കിൽ വീട് വയ്ക്കാനായിട്ട് കുറച്ച് ഫർണിച്ചറൊക്കെ വന്ന ഇപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ട്. ഇതിന് ശക്തമായ നിയമ നടപടികൾ, അത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP ഒന്നുമില്ല, തൊഴിലാളികൾ എല്ലാം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ്. എന്നാൽ കേരളത്തിൽ എന്തു നടന്നാലും അത് ലോകം അറിയുന്നതാണ്. ചെറിയ പ്രശ്നങ്ങൾ പോലും പെരുപ്പിച്ചു കാണിക്കുന്നെന്ന് മന്ത്രി വിശദീകരിച്ചു. ഈ 900 നമ്മുടെ കാർ എഞ്ചിൻ പോയെന്ന് ഇപ്പൊ നോക്കിയാൽ ഗൂഗിൾ പറഞ്ഞു തരും. ഇതെവിടെയായിരിക്കും? ഇന്ത്യയിലായിരിക്കും. നോക്ക് നിന്ന് ചോദിച്ചതിന് ആളെ കൊലപ്പെടുത്തിയത് നമ്മുടെ നാട്ടിൽ സർപഞ്ച് അന്വേഷിക്കാൻ ചെന്നിട്ട് അവിടെ ഒരു തടഞ്ഞു വെച്ചാൽ പിന്നെ ലോകത്ത് എല്ലാ ഭാഷയിലേക്കും നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പോകും. ഓരോരുത്തർ കസ്റ്റമൈസ് ചെയ്തിട്ടാണ്. ഇംഗ്ലീഷ് യു കെ ഇംഗ്ലീഷ് വേണ്ടവർക്ക് അത്, US ഇംഗ്ലീഷ് വേണ്ടവർക്ക് അത്, മറ്റു ഭാഷയിൽ വേണമെങ്കിൽ അത് കൊടുത്തുകൊണ്ടേയിരിക്കും ആളുകൾ. വ്യവസായ രംഗത്തിന്റെ വളർച്ചയ്ക്ക് ന്യൂസ് 18 എടുക്കുന്ന മുൻകൈക്ക് വ്യവസായ മന്ത്രിയുടെ അഭിനന്ദനം. ന്യൂസ് 18 വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാ ചാനലുകളും മാധ്യമങ്ങളും ഇപ്പോ കുറെ പോസിറ്റീവായിട്ടുണ്ട്. പഴയതിനേക്കാളും വ്യത്യസ്തമായി കുറെ പോസിറ്റീവായി വന്നിട്ടുണ്ട്. ഒരു ഇക്കോസിസ്റ്റം, ഒരു ത്രൈവിംഗ് ഇക്കോസിസ്റ്റം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഭാവി തലമുറയ്ക്ക് ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും കൂടി രൂപപ്പെടുത്താം. ന്യൂസ് 18 തിരുവനന്തപുരം.